2026 വർഷഫലം 27 നക്ഷത്രങ്ങളുടെയും പൊതുഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ധനുമാസം 17-ാം തീയതിയാണ് ഈ 2026 ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റങ്ങളും ശനിയുടേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് ഓരോ നക്ഷത്രത്തിന് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഈ പ്രാവശ്യം നോക്കുന്നത്. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടൻ രാശിയിലാണ്, ആദ്യത്തെ നക്ഷത്രമാണ്. മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ ഒരു കാലഘട്ടം ആണെങ്കിലും ആ അധികമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ ആധിക്യം ഒന്ന് കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. ഒരു വർഷം കഴിഞ്ഞു 1.5 വർഷത്തിലേക്ക് വരുമ്പോൾ തോറും നമ്മുടെ അധികമായിട്ടുള്ള ആ പ്രതിസന്ധികൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജനുവരി 1 നമുക്ക് 3-ാം ഭാവത്തിലാണ് വ്യാഴം. ആ 3-ാം ഭാവത്തിലെ വ്യാഴം ജൂൺ 9-ാം തീയതിക്ക് ശേഷം നമുക്ക് കർക്കിടകത്തിലേക്ക് വരും. കർക്കിടകത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4-ാം ഭാവത്തിൽ സ്വന്തം വീട്ടിൽ ബലവാനായിട്ടും ഉച്ചസ്ഥനായിട്ടുള്ള ബലമാണ് വ്യാഴത്തിന് വരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് പെട്ടെന്നൊരു മാറ്റം ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് വരുന്നതാണ്. അപ്പോൾ വ്യാഴവും ശനിയാണ് നമുക്ക് ഓരോ വർഷത്തിലും മാറുന്നത്. ശനീശ്വരൻ 2.5 വർഷം കൂടുമ്പോഴാണെങ്കിൽ വ്യാഴം എല്ലാ വർഷത്തിലും മാറും. അതിൻ്റെ ഇടയിൽ അവർക്ക് വക്രഗതി ഉണ്ട്. ഒരു 45 ദിവസമോ 40 ദിവസമൊക്കെ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 2026 നമുക്ക് ജൂൺ 9-ാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ശരിയായ വിധത്തിൽ ഉള്ള കർക്കിടകത്തിലേക്കുള്ള വരവ്. അത് വക്രമെന്നല്ല, കറക്റ്റായിട്ടുള്ള രാശിയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ട് വരുന്നൊരു സമയമാണ്. ശനി 12-ൽ നിൽക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വലിയ കാഠിന്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശനീശ്വരൻ്റേതായിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തിനെങ്കിലും പോകുമ്പോൾ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുക. ആ തടസ്സങ്ങളെ മാറ്റി ഇപ്പോൾ വ്യാഴം നമുക്ക് ജൂണിൽ എത്തുമ്പോൾ ഒരു നല്ല രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളും ചൊവ്വയുണ്ട്, ശുക്രൻ, ഓരോ ഗ്രഹങ്ങൾ ഓരോ മാസത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുമുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം 2026 പൊതുവെ ഇത്തിരി കൂടി നല്ല ഒരു 2025-നേക്കാളും നല്ലൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പിന്നെ അതിൽ കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പോകുന്ന ആരാണെങ്കിലും, കുട്ടികളെന്നല്ല ആരാണെങ്കിലും നമ്മൾ അധികമായിട്ട് പൈസ കൊടുത്തിട്ടുള്ള ചിലവുകളാണെന്നുണ്ടെങ്കിൽ വളരെ ജൂൺ മാസം വരെ വളരെ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ ജൂൺ മാസം വരെ 3-ലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴത്തിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മനസ്സിന് അസ്വസ്ഥതകൾ വരുന്നൊരു സമയമാണ്. ആ സമയങ്ങളും ഒക്കെ നമുക്ക് ക്രയവിക്രയങ്ങൾ നടത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു 11-ലുണ്ടല്ലോ. രാഹുവിന് ഒരു മാറ്റം ഈ ഒരു വർഷം ഇല്ല. അപ്പോൾ രാഹു 11-ൽ നിൽക്കുന്നതും നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. രാഹുവിന് ഏറ്റവും ഇഷ്ടഭാവമാണ് 11. പിന്നെ ശനിയുടെ ക്ഷേത്രമാണ്. അപ്പോൾ ആ ശനിയുടെ ക്ഷേത്രമാകുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിലെപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ഏറ്റവും ശനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ശനിയുടെ. അപ്പം നമ്മളിത് ഈ ഒരു വർഷം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏഴര ശനിയിൽ 2.5 വർഷം എത്ര പണിയെടുത്താലും നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. പക്ഷെ ബാക്കി ഒരു 5 വർഷക്കാലം നമുക്ക് ഏറ്റവും നല്ലൊരു ഫലങ്ങൾ ആൾ തരാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് ശനി 7.5 കൊല്ലവും നടത്തി വരാറ്. അപ്പോൾ ഈ ഒരു വർഷം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ ഫലങ്ങൾ മുഴുവൻ നമുക്ക് അടുത്ത ഈ 2026 പകുതിയോടുകൂടി നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ നന്നായിട്ട് ശിവക്ഷേത്രത്തിൽ പോവാം. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് കുവളമാല അർച്ചന കൊടുക്കുക. വ്യാഴത്തിന് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വിളക്കുമാല പായസം അത് കൊടുക്കുക. രാഹു 11-ലായതുകൊണ്ട് ലാഭത്തെ കിട്ടുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ രാഹു നമുക്ക് നല്ലത് തരും ചെയ്യും. ഈ 2026 നിങ്ങൾക്കൊരു ജൂൺ മാസത്തോടു കൂടി ഏറ്റവും നല്ല ഭാവത്തിലേക്ക് മാറാനും നമ്മൾ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ള തോന്നലൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടക്കൂറിൽ പെടുന്ന ഒരു നക്ഷത്രം കൂടി തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഏഴര ശനിയുടെ ഒരു കാലഘട്ടം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ 3-ലായിരുന്നു വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ ജാനുവരി മുതൽ ജൂൺ 9 വരയ്ക്ക് 3-ാം ഭാവത്തിലാണ്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്.
പിന്നെ അത് 4ലേക്ക് വരുന്നുണ്ട്. 4-ാം ഭാവം കർക്കിടക രാശിയാണ്. ആ കർക്കിടക രാശിയെ സംബന്ധിച്ച് ഉച്ചരാശിയാണ് വ്യാഴത്തിന്. അത് 4-ാം ഭാവം കൂടിയാണ്. അപ്പം നമ്മളെ കുടുംബത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒരു വീട് പണിയാൻ തുടങ്ങി, അത് ബ്ലോക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയം കൂടിയാണ്. 2026 ഭരണി നക്ഷത്രക്കാർക്ക് ഇതുപോലെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ സമ്മിശ്രമായിട്ട് വരികയും പിന്നെ അതേപോലെ കർമ്മ രംഗത്ത് നമ്മൾ ഓടി നടന്ന് നമുക്ക് കർമ്മത്തിലേക്ക് തടസ്സങ്ങളാണ് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ തടസ്സങ്ങളൊക്കെ മാറി മാറ്റങ്ങൾ വരുന്നൊരു സമയം തന്നെയാണ് 2026 നമുക്ക് ജൂൺ മാസത്തോടു കൂടി വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഓടി നടന്നിട്ട് ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവിടെ രാഹു ഉണ്ട്. രാഹു 11-ലാണ്. നമുക്ക് മോഹങ്ങളൊക്കെ ധാരാളം തരും. നടക്കുന്നില്ല, കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്ന് പകുതി എത്തിയിട്ട് നിൽക്കുന്ന ഒരു ഘട്ടങ്ങളാണെങ്കിൽ ഈ 2026 നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ദൈവങ്ങളെയൊക്കെ നന്നായിട്ട് തന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നലുകൾ ഈ ഒരു സമയങ്ങളിൽ നമുക്കുണ്ടാവും. പക്ഷെ അതൊന്നല്ലാതെ തന്നെ നമുക്ക് മാറ്റം വരുന്നൊരു സമയമാണ്. ശനീശ്വരൻ എപ്പോഴും അങ്ങനെയാണ്, കുറേയധികം നമ്മളെ പരീക്ഷിച്ചിട്ട് നമുക്ക് നല്ലൊരു ഫലം നമുക്ക് തരും. അപ്പോൾ ഈ 2.5 വർഷം അതും 12-ൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേയധികം നമ്മളെ പ്രശ്നങ്ങളിലൂടെ നടത്തിക്കും. രോഗങ്ങൾ, കാലുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എത്തിച്ചെങ്കിലും പിന്നീട് നമുക്ക് നല്ലൊരു ഭാവത്തിലേക്ക് ആൾ കൊണ്ടുവന്ന് തരും. അപ്പോൾ ആദ്യം നമ്മൾ ടെൻഷനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം. ശിവക്ഷേത്രത്തിൽ പോവാം. ഏഴരശനിയുടെ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ശിവൻ്റെ അമ്പലത്തിൽ പോവാം. കുവളത്തിൻ്റെ മാല കൊടുക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ അർച്ചന കൊടുക്കുക, ധാര കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ 3-ലാവുമ്പോൾ മനസ്സ് എപ്പോഴും മുറവിളി കൂട്ടുന്ന പറയാം. ആ ജൂൺ വരയ്ക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു മഞ്ഞപ്പട്ടിൽ ഒരു പിടിപ്പണം വെച്ച് സമർപ്പിക്കുക, ഭഗവാന്റെ മുമ്പിൽ അത് സമർപ്പിക്കുക. പായസമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സമർപ്പിക്കുക. എന്തെങ്കിലും നമുക്ക് പറ്റുന്നത്, നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരു വഴിപാട് സമർപ്പിച്ച് പോവുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം 2026 ഏറ്റവും നല്ലൊരു വർഷമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി കാർത്തിക നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം മേടത്തിലും 3/4 ഭാഗം ഇടവത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഈ 2 നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഒരു മേടക്കൂറിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് 7 ശനിയും ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് 11 ശനിയാണ്. അപ്പോൾ 11 ശനി ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ 2-ൽ ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് 2-ലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അവർക്ക് 2025 ഇത്തിരി നല്ല ഫലങ്ങളാണ് വന്നേക്കുന്നത്. 2026 ജൂൺ വരയ്ക്ക് അവർക്ക് ഏറ്റവും നല്ല ഫലം തന്നെയാണ് ഇപ്പോഴും കിട്ടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2026 ജൂൺ മാസത്തിൽ 9-ാം തീയതിക്ക് ശേഷം ആ വ്യാഴം കർക്കിടകത്തിൽ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലാതെ വേറെ ശനീശ്വരൻ മാറുന്നില്ല. അപ്പോൾ 11-ലെ ശനിയെ കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല നമ്മൾ അത്രയും നാൾ വർക്ക് ചെയ്തെന്നൊക്കെ ലാഭങ്ങളൊക്കെ കിട്ടുന്നൊരു സമയമാണ് 11-ലെ ശനി. മേടൻ രാശിയിലുള്ള കാർത്തിക അവരെപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇടവൻ രാശിയിലുള്ളവർക്ക് ജൂൺ മാസത്തിന് ശേഷം അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിലും എടുത്തു ചാടി ഒരു തീരുമാനവും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അവർ നന്നായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോവാം. പിന്നെ ദേവീക്ഷേത്രത്തിൽ കാർത്തിക നക്ഷത്രംകാർ 2 രാശിയിൽ പെടുന്നവരായാലും ദേവീക്ഷേത്രത്തിൽ പോവാം. ഒരു 7 ദിവസമൊക്കെ ഇടവിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 7 ദിവസം അടുപ്പിച്ച് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാം. പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഹോമത്തിനായാലും കൊടുക്കാം. അത് മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ നമുക്ക് മൃത്യുവിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനും ഏറ്റവും നല്ലതാണ്. അപ്പം അതുകൊണ്ട് മാസത്തിലൊരിക്കൽ ഒരു പുഷ്പാഞ്ജലിയോ ഹോമമൊക്കെ ചെയ്താൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ 2 കൂറിൽ പെടുന്നവർക്കും ഏറ്റവും നല്ല ഫലങ്ങളാണ് വരുന്നത്. ഇനി രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് 11-ലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. 11-ലാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. വ്യാഴം 2-ലുമാണ്. അപ്പോൾ പൊതുവേ നല്ലൊരു ഫലങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമ്മുടെ വ്യാഴം 3-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതും കർക്കിടക രാശിയാണ്, ഉച്ചരാശിയാണ്. വ്യാഴത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യാഴമാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ അതൊരു 3-ാം ഭാവമായി വരുമ്പോൾ നമുക്ക് മനസ്സിനെ അലട്ടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ കിട്ടും എന്നുള്ള പറഞ്ഞിട്ട് വല്ല ലോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഭാഗം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്നൊരു ഓഹരി കിട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഇത്തിരി ബ്ലോക്ക് വരും. പിന്നെ ഈ ഓഹരി വിപണനം അതൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, മാർക്കറ്റിങ്, അവരൊക്കെ വളരെ ഈ ജൂൺ മാസത്തോടു കൂടി 2026 ജൂൺ മാസത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്നായിരിക്കും ഇപ്പോൾ ഇത്ര നല്ല ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റക്ക് വരുമ്പോൾ നമ്മളൊന്ന് പേടിക്കാതിരിക്കാനാണ് ഇത് പറയുന്നത്. അപ്പം പിന്നെ ശനീശ്വരൻ നല്ലതാണ്. പിന്നെ 10-ാം ഭാവത്തിൽ രാഹു ഉണ്ട് ഇവർക്ക്. ആ രാഹു കർമ്മമേഖല പതുക്കെയാണെങ്കിലും 11-ലെ ശനി നമുക്ക് നല്ലതാണ് തരുന്നത്. അപ്പോൾ 11-ൻ്റെയും 10-ൻ്റെയും അധിപതിയാണ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം അതും ഏറ്റവും നല്ലതാണ് ഇടവക്കൂറായ രോഹിണി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആ നക്ഷത്രക്കാരുടെ കുട്ടികളാണെങ്കിലും അവരുടേതായിട്ടുള്ള ഇപ്പോൾ 4-ാം ഭാവത്തിലെ ചിങ്ങത്തിലാണ് അവർക്ക് കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ കേതു വരുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും തറവാട്ടുപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചെറിയ ചെറിയ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഒരു ഫലമാണ്. ജൂൺ മാസം കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വരുന്നത്. അതുവരയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിക്കും ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. വ്യാഴം 3-ലേക്ക് വരുമ്പോൾ ആ സഹസ്രനാമത്തിന് നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. ഏതെങ്കിലും ഒരു കൃത്യസമയത്ത് ജപിക്കുക. അതാണ് ഉപാസന എന്ന് പറയുന്നത്. ഒരു സമയമെടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മളത് കൃത്യനിഷ്ഠമാക്കുക. അപ്പോൾ അതിലൊരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോഴാണ് ആ ശനി തരുന്ന നല്ല ഫലങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് പറ്റുന്നത്. ഇനി മകേരി നക്ഷത്രം. മകേരി നക്ഷത്രത്തിൻ്റെ പകുതി ഇടവത്തിലും ബാക്കി പകുതി മിഥുനത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇടവത്തിലെ മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ നല്ലൊരു സമയമാണ്. 11-ൽ ശനീശ്വരൻ നിൽക്കുന്നുണ്ട്, 2-ാം ഭാവത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശനിയെയും വ്യാഴത്തിനെയാണ് നമ്മൾ കൂടുതൽ ഓരോ വർഷത്തിലും മാറ്റമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ വ്യാഴത്തിന് മാത്രമാണ് ഒരു മാറ്റം വരുന്നത്. വ്യാഴം നമുക്ക് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇടവത്തിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഇത്രയും കൂടി വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. പിന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ജൂൺ മാസമൊക്കെ വരുമ്പോഴേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഈ 4-ൽ കുടുംബപരമായ സ്വത്തുക്കളെ കുറിച്ചുള്ള വല്ല തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലേക്ക് എത്തിച്ചു തരാനായിട്ട് ഇവിടെ ഈ ശനിക്ക് സാധിക്കാവുന്നതാണ്. അപ്പോൾ മകേരി നക്ഷത്രത്തിൽ ഈ ഇടവക്കൂറിലുള്ളവർക്ക് എങ്ങനെയാണെങ്കിൽ, മിഥുനക്കൂറിലുള്ളവർക്കാണെങ്കിൽ ലഗ്നത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ ലഗ്നത്തിലാണ് വ്യാഴം. അത് ആ ചന്ദ്രരാശിയിൽ നിൽക്കുന്ന വ്യാഴമാണ് പിന്നെ 2-ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ലഗ്നത്തിനേക്കാളും കൂടുതൽ ഏറ്റവും നല്ല സമയം നമുക്ക് 2-ൽ വ്യാഴം വരുമ്പോൾ. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു ഫലം അവർക്ക് ആ മകേരി നക്ഷത്രക്കാർക്ക് കിട്ടും. പിന്നെ കർമ്മത്തിലാണ് ശനി. അപ്പോൾ കർമ്മത്തിൽ ശനി കണ്ടകനായിട്ടാണ് ശനി നിൽക്കുന്നത്. ഈ കണ്ടക ശനിയാണെങ്കിലും ഏഴര ശനിയാണെങ്കിലും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മളെപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ശനീശ്വരൻ്റെ ഏറ്റവും വലിയ കാര്യം. വർക്ക് നന്നായിട്ട് കൂട്ടിയെടുക്കുക. നമ്മൾ എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് ഒരു നല്ല ഒരു റിസൾട്ട് തരാനായിട്ട് ശനിക്ക് സാധിക്കും. അപ്പോൾ അതോടുകൂടി നമുക്കിവിടെ വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പുതിയൊരു ജോലി, പിന്നെ മാർക്കറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ 2-3 പ്രാവശ്യം പോയിട്ടാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് മടി പിടിക്കാതെ
നമ്മൾ എന്തു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യ തടസ്സങ്ങൾ ഉണ്ടാവും. ഈ ശനി 10 നിൽക്കുമ്പോൾ കർമ്മത്തിൽ തന്നെ പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷെ ആ തടസ്സങ്ങളിലൊന്നും നമ്മൾ പ്രശ്നമാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2ലേക്ക് വ്യാഴം വരുന്നതോടുകൂടി നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനൻ രാശിക്കാർക്ക് ഒരു ഫലമാണ്, ഇടവൻ രാശിക്കൂറുള്ളവർക്ക് വേറൊരു ഫലമാണ് ഈ ഒരു വർഷം കിട്ടുന്നത്. അപ്പോൾ രണ്ട് രാശിയിൽ പെടുന്ന ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം തന്നെ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി തിരുവാതിര നക്ഷത്രം മിഥുനൻ രാശിയിൽ പെടുന്നതാണ്. അപ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തെക്കാരെ സംബന്ധിച്ച് മിഥുനത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ലഗ്നത്തിൽ തന്നെ വ്യാഴം, അതായത് ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രരാശിയിൽ തന്നെ വ്യാഴം നിൽക്കുകയും ഈ ഒരു വർഷം ജൂൺ 9 ശേഷം നമുക്ക് വ്യാഴത്തിനൊരു മാറ്റമുണ്ട്, അത് 2ലേക്കാണ്. അപ്പോൾ ആ 2ലെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ, നമുക്ക് പുതിയ വീട് വയ്ക്കുക എന്നുവെച്ചാൽ 2ലല്ലേ നിൽക്കുന്നത്, ധനം, വാക്ക്, അതിനൊക്കെ ഏറ്റവും നല്ല ഫലം കൊടുക്കും 2ാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുമ്പോൾ. അത് നന്നായി ശ്രദ്ധിക്കുക. അതേപോലെ കർമ്മത്തിൽ ഇവിടെ തടസ്സങ്ങളുണ്ട്. 10ാം ഭാവത്തിൽ തന്നെയാണ് ശനീശ്വരൻ നിൽക്കുന്നത്. കണ്ടക ശനിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാവാം, അതിലൊക്കെ ഒരു വട്ടം തടസ്സങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ കർമ്മം എപ്പോഴും വന്നുകൊണ്ടിരിക്കും, പക്ഷെ തടസ്സങ്ങളെ ഉണ്ടാക്കും. ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് ഈ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താം. ശനീശ്വരൻ്റെ അമ്പലത്തിൽ പോവാം, ശിവൻ്റെ അമ്പലത്തിൽ പോവാം, അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, ധാര കൊടുക്കുക. ടെൻഷൻ ആണ് ഇവർക്ക് എപ്പോഴും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം പോകണോടത്ത് 2 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ. അപ്പോൾ അതൊക്കെ മാറ്റാനും പിന്നെ മനസ്സൊക്കെ റിലാക്സ് ചെയ്യുക, വാക്കുകളൊക്കെ വളരെ റിലാക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റം വരുത്താനായിട്ട് ഈ ഒരു വർഷം നമുക്ക് പറ്റും. നമ്മുടെ വാക്കുകളുടെ ഭാവത്താണ് നമ്മുടെ വ്യാഴം വന്ന് നിൽക്കുക. ആ 2ാം ഭാവത്തിലേക്ക് വ്യാഴം ജൂൺ 9 ശേഷം മാറുമ്പോൾ നമ്മുടെ ആ വാക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയും ദേഷ്യമൊക്കെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനായാലും കുടുംബത്തേക്കായാലും സന്താനങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കാം. ദേവീ ക്ഷേത്രത്തിൽ പോവാം. പിന്നെ തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറായത് കൊണ്ട് ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോവാം. ഗണപതിക്ക് ഇടയ്ക്ക് പ്രധാനമായ ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു മുട്ടിറക്കി പ്രാർത്ഥിച്ച് പോവാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇത്തിരി വ്യാഴനെ പ്രീതിപ്പെടുത്തുന്ന സ്വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ പോലുള്ള സ്വസ്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുക. ഒരാവശ്യം വരുമ്പോൾ മാത്രം ജപിച്ച് അങ്ങോട്ട് ഓടിപ്പോവല്ല. നമുക്ക് നിത്യമായിട്ട് ഒരു ഉപാസന പോലെ നമ്മൾ ഇന്ന സമയത്ത് എണീക്കുന്നു, ഇന്ന സമയത്ത് ഇത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന പോലെ ആ ഒരു ഉപാസന പോലെ നമ്മൾ ചെയ്താൽ നല്ല മാറ്റം വരും. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം മാത്രം ജപിച്ചാലൊന്നും പറ്റില്ല. നമ്മൾ കുറച്ച് നാളുകൾ അതിൽ ശ്രദ്ധാപൂർവം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ്. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിഥുനത്തിൽ മുക്കാലും കാൽ ഭാഗമാണ് കർക്കിടകത്തിൽ വരുന്നത്. അപ്പോൾ ഈ മുക്കാൽ ഭാഗത്തുള്ള പുണർദ നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് വരുന്നത്. ലഗ്നത്തിൽ തന്നെയാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് 2ൽ വ്യാഴം വരുമ്പോഴാണ്. നിധി, കോശം, ധനം, വാക്ക്. അപ്പോൾ നിധിയുണ്ട്, അതിൽ വാക്കുണ്ട്, കോശങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ലാഭങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് വരും. വ്യാഴത്തിന് കർക്കിടക രാശി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉച്ചരാശിയും കൂടിയാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഗ്രഹം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കർമ്മത്തിലേക്ക് ശനീശ്വരൻ ഉണ്ടെങ്കിലും എന്തൊരു ജോലിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും എന്തിനു പോവുകയാണെങ്കിലും ഇവർ വളരെ ശ്രദ്ധിച്ചാൽ ഈ ഒരു വർഷം നമ്മൾ വിചാരിക്കാത്ത നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. വിചാരിക്കുന്നതിൽ കൂടുതൽ തരാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശനി 10ലാണ്, കണ്ടകനാണത്. അപ്പോൾ കണ്ടകശനിയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. കണ്ടകശനിയേക്കാൾ ഉപരി നമുക്ക് വ്യാഴത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ശനി നല്ലതാണ്. അതും ആ ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പോൾ നിങ്ങൾ കർമ്മത്തിലൂടെ തന്നെ ധനം സമ്പാദിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ശോഭനമായ ഫലങ്ങൾ ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗമുള്ളവർക്ക്, കാൽ ഭാഗത്തുള്ള കർക്കിടകത്തിലുള്ള നിൽക്കുന്നവർക്കാണെങ്കിൽ ലഗ്നത്തിലാണ് നിൽക്കുന്നത് വ്യാഴം. അവർക്കും വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുക, വല്ല ലോണോ അല്ലെങ്കിൽ ചിട്ടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു വീട് വയ്ക്കാനോ സ്ഥലം എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. കുട്ടികളാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോകാൻ അത്ര നാൾ തടസ്സം നിന്നത് പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വന്ന് നിങ്ങൾക്ക് നല്ലൊരു അവിടെ പോയാലും നല്ലൊരു ജോലിയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മിഥുനത്തിലുള്ളവർ ഏറ്റവും നന്നായിട്ട് കിട്ടും. അതേപോലെ തന്നെ കർക്കിടകത്തിൻ്റെ കാൽഭാഗമുള്ളവർക്കും വലിയ പ്രതിസന്ധിയൊന്നുമില്ല. ലഗ്നത്തിൽ തന്നെ വ്യാഴം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിൽ പുണർദ നക്ഷത്രമുള്ളവർക്ക് വാക്കുകളെ വളരെ സൂക്ഷിക്കണം. അവിടെ നിധികോശം എന്നുള്ള ആ വാക്ക് നന്നായി നോക്കണം. എന്താ വെച്ചാൽ 2ാം ഭാവത്തിൽ കേതു ചിങ്ങത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചിങ്ങത്തിൻ്റെ അധിപതിയാണ് സൂര്യനെ. അപ്പോൾ ദേഷ്യം ഒക്കെ കൂടും അവർക്ക്. അപ്പം അത് ഒന്ന് സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ പുണർദ നക്ഷത്രക്കാർ 2 രാശിയിലും പെടുന്നവരെ ഞാൻ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ 2 പേരും 2 രാശിയിൽ പെടുന്ന പുണർദ നക്ഷത്രക്കാരും ശിവക്ഷേത്രത്തിൽ പോവാം, ഹനുമാൻ ചാലീസ ചൊല്ലുക. പിന്നെ അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. പിന്നെ വിവാഹം ഒക്കെ തടസ്സങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ശാന്തസ്വരൂപിണിയായ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് തിങ്കളാഴ്ച ദിവസം അർച്ചന ചെയ്യുക. തിങ്കളാഴ്ച ദിവസം സ്വയംവര അർച്ചന ചെയ്യുക. അപ്പോൾ ആ തടസ്സങ്ങൾ മാറുന്ന ഒരു ഘട്ടം കൂടിയാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഈ നല്ല ഒരു വർഷമാണ് 2026 നമുക്ക് തരുന്നത്. പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ കർക്കിടക രാശിയിൽ വരുന്നതാണ്. കർക്കിടകത്തിൽ ഈ ഒരു വർഷം നമുക്ക് 12-ലായിരുന്നു വ്യാഴം വന്നിരുന്നത്. അതായത് 2025 നമുക്ക് 12ാം ഭാവത്തിലാണ് വന്നത്. 2026 നമുക്ക് ജൂൺ വരയ്ക്ക് 12ാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നതെങ്കിലും ജൂണിന് ശേഷം നമുക്ക് വ്യാഴം ലഗ്നത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ലഗ്നത്തിൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ്. ആ 12 മോക്ഷസ്ഥാനാണ്. അതിൽ നിന്ന് നമ്മുടെ ലഗ്നത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നെ 9ാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരൻ വന്ന് നിൽക്കുന്നുണ്ട്. കർക്കിടക രാശിക്കാർക്ക് 9ലെ ശനി നമുക്ക് ഭാഗ്യത്തെ കൊടുക്കുന്നുണ്ട്. ആത്മീയപരമായിട്ട് ദൈവികമായിട്ട് കുറേ നല്ലത് തരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തുടങ്ങി നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാസനയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പവർ കിട്ടുന്നൊരു സമയമാണ്. അവർ നന്നായിട്ട് ഉപാസനയൊക്കെ നടത്തുക. പിന്നെ അതിന് സമയം നന്നായിട്ട് കണ്ടെത്തുക. 9 ആ വ്യാഴം അവിടെ നിൽക്കുകയും വ്യാഴക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത്. അതാണ് ഈ പ്രാവശ്യം പ്രത്യേകത. ആ വ്യാഴക്ഷേത്രത്തിൻ്റെ ആ വ്യാഴം നമ്മുടെ ലഗ്നത്തിലുമാണ് വരുന്നത്. അപ്പോൾ നല്ല മാറ്റങ്ങൾ വരും. നമ്മൾ ഇപ്പോൾ ജപമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങിക്കെടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ജപമൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഭാഗ്യ അനുഭവങ്ങൾ പെട്ടെന്ന് നമുക്കൊരു മാറ്റങ്ങളെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ 2 വാക്കുകളെ ശ്രദ്ധിക്കണം. നിധി, കോശം, ധനം, വാക്ക്. അവിടെ കേതു ഉള്ളത് കൊണ്ട് വാക്കിനെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ രോഗാവസ്ഥ വരുന്നത് ആ രാഹു അഷ്ടമത്തിലാണ്. രാഹു അഷ്ടമത്തിലാണെങ്കിലും നമുക്കിവിടെ വ്യാഴവും ശനീശ്വരനും നല്ല ഭാവമാണ്. അപ്പോൾ ഇവിടെ രാഹുവിനേക്കാളും കൂടുതൽ നമ്മുടെ വാക്കുകളായിട്ടുള്ള കേതുവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ കുട്ടികളാണെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ദേഷ്യം വരുന്ന ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരും. ആ ദേഷ്യങ്ങളൊക്കെ കുറയ്ക്കുക. അതിന് മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുക. വാക്കിനെ നിയന്ത്രിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് മെഡിറ്റേഷൻ നന്നായിട്ട് വേണം. അല്ലെങ്കിൽ നന്നായിട്ട് ദേവീനെ പ്രാർത്ഥിക്കുക. കേതു എപ്പോഴും ചുവയുമായി ബന്ധമുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ ദേവിയോടാണ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക. അതിന് സമയമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വസ്ത്രം നന്നായിട്ട് നമുക്ക് ജപിക്കാം. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഇത്രയധികം നേരം ഉണ്ടല്ലോ, ഒരു മണിക്കൂർ നേരം എന്തായാലും പിടിക്കും. അപ്പോൾ അതിനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് എന്തായാലും അതിന് പറ്റത്തക്ക ആയിട്ടുള്ള ഒരു സ്വസ്ത്രം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഈ കർക്കിടകം പോയ നക്ഷത്രക്കാർക്ക് വരും. അപ്പോൾ അവർ ശനീശ്വരനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങളെ കിട്ടാനും. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ധാര കൊടുക്കുക, ടെൻഷനൊക്കെ പോകും. പിന്നെ രോഗാവസ്ഥ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാം. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാലുമ്മ വേദന, അത് ശനി മീനത്തിൽ നിൽക്കുമ്പോൾ കാലുവേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്.
അതിനൊക്കെ നമുക്ക് ധന്വന്തരി ക്ഷേത്രത്തിലൊക്കെ പോവാം, ഒറ്റത്തൊക്കെ വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ ഈ പോയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു സമയമാണ്. എന്ന് വെച്ചാൽ ജൂൺ മാസത്തോടു കൂടി ഇവർ 12-ൽ നിന്ന് ലഗ്നത്തിൽ വരുമ്പോൾ ആ വ്യാഴത്തിന് ഏറ്റവും നല്ല ഭാവമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമുക്ക് വരുന്ന നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുക്കണം. അതിന് ശ്രദ്ധിക്കാതെ പോവാതെ നന്നായിട്ട് തന്നെ അതിനെ കണ്ടെത്തി അത് നമുക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജൂൺ 9-ന് ലഗ്നത്തിലെത്തും. അപ്പോൾ കർക്കിടകത്തിൽ വ്യാഴത്തിന് ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് തരുന്നത്. ലഗ്നത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിന് ഉച്ചക്ഷേത്രമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആയില്യ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കാം. ശനിയാണെങ്കിൽ 9-ലുണ്ട്, ഭാഗ്യസ്ഥാനത്ത് ശനീശ്വരൻ നിൽക്കുന്നുണ്ട്. അതും നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇവിടെ രാഹു മാത്രമാണ് രോഗാവസ്ഥകളെ കുറച്ച് പറയുന്നത്. അപ്പോൾ ആ രോഗാവസ്ഥകളൊന്നും നമുക്ക് അധികം ഏൽക്കാതിരിക്കാൻ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് കർമ്മരംഗത്തെ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നമുക്ക് വരുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേസ്, കോടതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. 2-ൽ കേതുവൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വാക്കുകളെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. അപ്പോൾ നമുക്കവിടെ നല്ല മാറ്റം വരും. എന്ന് വെച്ചാൽ ഭാഗ്യഭാവങ്ങളിൽ 9-ൽ ശനി, ലഗ്നത്തിൽ വ്യാഴം. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും ഒരു നല്ല സമയം തന്നെയാണ്. അതായത് 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല, അതിൻ്റെ പകുതി ജൂൺ മാസം തുടങ്ങി നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അതുവരെ ബെൻഡിങ് ആയിട്ട് നിന്നിരുന്ന പല കർമ്മങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടേതായാലും പഠിപ്പിൻ്റേതായാലും വിദേശവാസത്വം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിന്നിരുന്നവർക്കൊക്കെ മാറ്റം വരുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മനസ്സിലാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് പോവാം. പിന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് മുൻപിൽ വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയം ആയില്യ നക്ഷത്രക്കാർക്ക് വരുന്നത്. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 2025-ൽ വ്യാഴം 11-ൽ വന്നതുണ്ട്. 2026-ലും ജൂൺ വരെ 11-ൽ തന്നെയാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ഭാവമായിരുന്നു അവർക്ക്. ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് വ്യാഴം 11-ൽ നിൽക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ നമുക്ക് വന്നിരുന്നു. ഈ 2026-ൽ ജൂൺ 9-ാം തീയതിക്ക് ശേഷം വ്യാഴം അവർക്ക് 12-ാം ഭാവത്തിലാണ് വരുന്നത്. 12-ൽ നമുക്ക് അത്ര ദുരിതങ്ങളൊന്നും വരില്ല, പക്ഷെ എന്നാലും നന്നായി സൂക്ഷിക്കണം. നമുക്ക് കുറേ തടസ്സങ്ങളെ ഉണ്ടാക്കും. പൊതുവേ ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനിയും 7-ൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോഴും കുറേ തടസ്സങ്ങളാണ്. അപ്പോൾ വ്യാഴം 11-ലുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ ഈ 2026-ൽ മകൻ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. എന്നുവെച്ചാൽ ഒരു നല്ലൊരു ഫ്ലോയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വ്യാഴം 12-ലേക്ക് വരിക. അപ്പോൾ ആ വ്യാഴം 12-ലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് ആകെ ഒന്ന് മനസ്സിന് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ടെൻഷനൊന്നും ആവാതെ വ്യാഴം ഈ ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് 12-ൽ വരും. അപ്പോൾ ആ വ്യാഴത്തിന് വേണ്ടതായിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ദോഷം വരുമ്പോൾ മാത്രമല്ലല്ലോ ക്ഷേത്ര ദർശനം. അപ്പോൾ വ്യാഴത്തിന് ഇപ്പോൾ തന്നെ 2026 തുടങ്ങുമ്പോൾ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമധേനുവിൻ്റെ പ്രതിമ വെച്ചിട്ട് ഒരു പിടിപ്പണം സമർപ്പിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12-ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴനെ പ്രീതിപ്പെടുത്താൻ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തരിക എന്നുള്ളതിനാണ് ഈ പിടിപ്പണം സമർപ്പിക്കുക എന്നുള്ള ഭാവം പറയുന്നത്. പിന്നെ ഇതിൽ അഷ്ടമത്തിൽ ശനിയുണ്ട്. ശനി നമുക്ക് അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും നമ്മളെ കുറേ തടസ്സങ്ങളെ ഉണ്ടാക്കും. പക്ഷെ എത്ര തടസ്സം ഉണ്ടാക്കാനും കർമ്മം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് പോവുക. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് കർമ്മത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജോലി വളരെയധികം നന്നായിട്ട് നോക്കുക. അവിടെ വയ്യായികകളുണ്ട്, അതായത് രോഗാവസ്ഥകൾ ധാരാളം വരും. ആ രോഗങ്ങളൊക്കെ മരുന്ന് കഴിക്കും വേണം. അതോടുകൂടി നമ്മുടെ ജോലിയിലേക്ക് പോകണം. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ വളരെ കൂടുതലാണ്. 7-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ ആ തടസ്സങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 നമുക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് വന്നു. 2026 ജൂൺ വരെയും നമുക്ക് നല്ലതാണ്. ജൂൺ കഴിയുമ്പോഴാണ് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട സമയം. അതായത് വ്യാഴത്തെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയം.
അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വാക്കുകൾ, അതായത് ജൂൺ മാസം കഴിഞ്ഞ വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിക്കുക. ലഗ്നത്തിൽ തന്നെയാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ ദേഷ്യമൊക്കെ ഉള്ള ആളാണ്, സൂര്യൻ്റെ രാശിയാണ്, അവിടെ കേതും കൂടി നിൽക്കുമ്പോൾ ദേഷ്യമൊക്കെ കൂടും. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. പിന്നെ ഏതെങ്കിലും പുതിയൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു മുട്ടിറക്കി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ മകനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധിക്കണം. ഈ 2026 ജൂൺ മാസം കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോ ദിവസവും നമുക്ക് പുതിയതായിരിക്കണം. അതാണ് പറയുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പുതിയതാണ്, ഇന്നലത്തെ ബാക്കിയല്ല. ഇന്നത്തെ ദിവസം പുതിയതായി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ മകനക്ഷത്രക്കാർക്കുള്ളത്. പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് 11-ലായിരുന്നു വ്യാഴം നിന്നിരുന്ന രാശി. ആ രാശിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ജൂൺ മാസം 2026 ജൂൺ മാസത്തോടു കൂടി, അതായത് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് 12-ലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ 12-ലെ വ്യാഴം, അപ്പോൾ ഇത്രയും നാൾ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ടാണ്, ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും നടന്നിരുന്നു. പക്ഷെ 12-ലേക്ക് വ്യാഴം വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത്. പെട്ടെന്നൊരു തടസ്സങ്ങളൊക്കെ വരാനായിട്ട് ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ 11-ൽ നിന്ന് പെട്ടെന്നൊരു തടസ്സമല്ല, എന്നാലും നമ്മൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവം പെട്ടെന്ന് ഇന്ന് തരാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതില്ല, നാളേക്ക്, അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ജൂൺ മാസം മുതൽ നമ്മുടെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ വാക്കുകളെ വളരെ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ലഗ്നത്തിൽ തന്നെ കേതു നിൽക്കുന്നത്, അതായത് ചന്ദ്രരാശിയായിട്ടുള്ള പൂരനക്ഷത്രത്തിൽ ചിങ്ങരാശിയിൽ തന്നെ കേതു ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. രോഗാവസ്ഥകൾ, അതായത് അഷ്ടമത്തിൽ ശനിയുണ്ട്, 7 രാഹു ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളെ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെയൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. എന്നാലും വിഷ്ണുവിനെ നന്നായിട്ട് ഭജിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കർമ്മത്തിൽ വരുന്ന തടസ്സം, അത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എന്ത് തടസ്സം വന്നാലും നമ്മൾ കർമ്മം കറക്റ്റ് ചെയ്ത് പോകണം. എന്ന് രാവിലെ എണീക്കുമ്പോൾ എന്നാണ് ഇത് പുതിയ ദിവസമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഈ ഒരു വർഷം അവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവുക, ദേവീ ക്ഷേത്രത്തിൽ പോവുക. ദേവിയാണെന്ന് വെച്ചാൽ കേതു ഉള്ളത് കൊണ്ട് എപ്പോഴും ദേവിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾക്ക്, ഇതിപ്പോൾ തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആരും വീട്ടിലിരിക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് മുട്ടിറക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഈ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ വ്യാഴനെയാണ് പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. അതെന്നും ഇന്ന നേരത്ത് കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ സഹസ്രനാമം ചൊല്ലിയിട്ടേ നമ്മൾ വേറെ എന്തിനുള്ളൂ എന്നുള്ളൊരു തീരുമാനവുമാവുക. അല്ലെങ്കിൽ വേറെ ഏതാണെങ്കിലും, ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക, ഏത് സ്വസ്ത്രമാണോ ചൊല്ലുന്നത് അത് കറക്റ്റായിട്ട് പോവാം. അപ്പോൾ പൂര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. കുട്ടികളാണെങ്കിലും ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, ആദ്യം തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, 1-2 പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടി പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ് ഈ 2026 വരുന്നത്. ഇനി ഉത്തര നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗമാണ് ചിങ്ങത്തിലും 3/4 ഭാഗം കന്നിയിലും വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ 1/4 ഭാഗം നിൽക്കുന്ന ആൾക്കാർക്ക് 11-ലിരുന്ന വ്യാഴം 12-ലേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കന്നി രാശിയിൽ പെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് 10-ലിരുന്നിരുന്ന വ്യാഴം 11-ലേക്കാണ് വരുന്നത്. അപ്പോൾ 2 പേർക്കും ഉത്തര നക്ഷത്രമാണെങ്കിലും ഈ ചിങ്ങക്കൂറിലും വരുന്നതും കന്നിക്കൂറിലും വരുന്നവർക്കും 2 തരത്തിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പം അതൊന്ന് വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോവുക. അപ്പം ഈ കന്നിയിലിരിക്കുന്ന ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 11-ൽ വ്യാഴം, ഉച്ചസ്ഥനായ വ്യാഴം, കർക്കിടകത്തിലെ ഏറ്റവും നല്ല ഭാവത്തിലിരിക്കുന്ന വ്യാഴമാണ് വരുന്നത്. അപ്പോൾ ലാഭസ്ഥാനമാണ്. പിന്നെ 7-ാം ഭാവത്തിൽ അവർക്ക് ശനി ഉണ്ടെങ്കിലും ആ ശനി നിൽക്കുന്ന ഭാവം വ്യാഴൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ ഇത്തിരി കൂടുതലായിട്ട്
നമ്മളൊരു ചിട്ടി കൂടുന്നതോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ പെടുന്നവർക്കൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കന്നി രാശിയിലിരിക്കുന്നവർക്ക് 12-ൽ കേതുവാണ്. 12-ൽ കേതു വരുമ്പോൾ നമുക്ക് വ്യയം ധാരാളം, ചിലവുകൾ ധാരാളം വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉത്തര നക്ഷത്രക്കാരെ കന്നിക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ജൂൺ മാസം കഴിഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം നോക്കുക. ശനി കണ്ടകനായിട്ടുണ്ടെങ്കിലും ശനി നല്ലതാണ്. അവിടെ 7-ലെ ശനി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്. തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അതിലേക്ക് മുൻകേറി പോകാനായിട്ട് ഇവർക്ക് സാധിക്കും. ചിത്രത്തിൻ്റെ 1-ാം പാദത്തിൽ പെടുന്നവരെ സംബന്ധിച്ച് അവർക്ക് 12-ലേക്ക് വ്യാഴം വരും. വിഷ്ണു ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക, ഹനുമാൻ ചാലീസ ചൊല്ലുക, പിന്നെ ദേവീ ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവുക, വെള്ളിയാഴ്ച ദിവസം ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. കർമ്മസംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ വേറെ ബിസിനസ് എന്തിലേക്കൊക്കെ നോക്കുമ്പോൾ വളരെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ദശാകാലവും അന്തർദശകളൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ 1-ാം പാദത്തിൽ പെടുന്ന ചിങ്ങത്തിലും 3/4 പാദ കന്നിക്കൂറിലും പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഈ വർഷം നമുക്കുള്ളത്. നിങ്ങളുടെ ജാതകം പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പുതിയ ബിസിനസ്സോ മറ്റുള്ളതൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അത്തം നക്ഷത്രം കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7-ലെ ശനിയും 10-ലെ വ്യാഴവുമായിരുന്നു വന്ന് നിന്നിരുന്നത്. 7-ലെ ശനിയാണ് നമുക്ക് ഇത്തിരി തടസ്സങ്ങൾ ചെയ്തിരുന്നതെങ്കിലും 10-ലെ വ്യാഴം നമുക്ക് നല്ല ഫലങ്ങളാണ്. ആ 10-ലെ വ്യാഴം ഇനി 11-ലേക്കാണ് വരുന്നത്. 11-ലേക്ക് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലാഭസ്ഥാനം, നമ്മൾ ഇത്ര നാൾ ഈ ഒരു വർഷമായിട്ട് നമ്മൾ ഓടി നടന്നിരുന്ന ലാഭം മുഴുവൻ വരുന്നൊരു സമയമാണ് കർക്കിടകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജൂൺ മാസം 9-ാം തീയതിയാണ് വരിക. അപ്പോൾ ആ ജൂൺ മാസത്തോടു കൂടി നമ്മുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ട് അത് എന്നാണ് ശരിയാവുക എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് വ്യാഴം ആ കർക്കിടകത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഫലം നമുക്ക് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് വരും. അപ്പോൾ ഈ എക്സാമൊക്കെ എഴുതി നോക്കിയിരിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നപ്പോൾ കുറേ എക്സാമുകളുണ്ട്, അവർക്കൊക്കെ ഒരു നല്ല അനുഭവങ്ങളാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഈ കർക്കിടകത്തിൽ വ്യാഴം വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പം ഇത്തിരി ഹാർഡ് വർക്കാണ്, ഇപ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമെങ്കിലും നമുക്ക് ഈ 2026 ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമ്മൾ ചെയ്ത എഫേർട്ടിൻ്റെ ഫലമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലിപ്പോൾ കുട്ടികളോ സ്ത്രീകളാണെങ്കിലും പുതിയ രംഗത്തേക്ക് ഇറങ്ങിപ്പെടുന്നവരായാലും ബിസിനസ് ആണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ അതേപോലെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട്, അതായത് 7 ശനിയാണല്ലോ, അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് മുൻവിളക്ക് ധാര കൊടുക്കുക. ഇതിലിപ്പോൾ ഈ അത്ത നക്ഷത്രക്കാരിൽ 7-ൽ ശനി നിൽക്കുമ്പോൾ തടസ്സങ്ങളുണ്ട് ആവും എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഈ വ്യാഴമൊക്കെ 11-ലേക്ക് വരുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ മുന്നേറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഈ ഒരു പ്രാവശ്യം കിട്ടാനായിട്ട് സാധിക്കും. ഈ ഒരു വർഷം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും ഗുണാധിക്യമാണ് കൂടുതൽ ഉണ്ടാവുക. ഗുണങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഭാവമാണ് ഉണ്ടാവുക. ഇനി ചിത്തിര നക്ഷത്രക്കാർ പകുതി ഈ കന്നിയിലും അരഭാഗം തുലാത്തിലുമാണ് വരുന്നത്. അപ്പോൾ കന്നിയിൽ പെടുന്ന ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല ഫലമാണ് ഈ ഒരു വർഷം വരുന്നത്. ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം വ്യാഴം 11-ലാണ് വരുന്നത്. 11-ലെ വ്യാഴം എപ്പോഴും ലാഭത്തെ തരുന്നു. പിന്നെ ഈ തുലാം രാശിയിലാണെങ്കിൽ വ്യാഴം 9-ൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ 9-ൽ നിന്ന് 10-ലേക്ക് വരുന്നു, അതും നല്ല തന്നെയാണ്. 9-ൽ നിന്ന് 10-ലേക്ക് വരുമ്പോൾ വ്യാഴത്തിന് ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 2 കൂറിൽ പെടുന്ന ചിത്തിര നക്ഷത്രക്കാർക്കും നല്ല ഒരു ഫലമാണ് ഈ ഒരു വർഷം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുതിയ കാര്യങ്ങളിലേക്കും എന്തിനു പുറപ്പെടുമ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാം. ശിവൻ്റെ അമ്പലത്തിൽ മുൻവിളക്ക് ധാര, കൂവളത്തിൻ മാല അർച്ചന അതൊക്കെ ചെയ്യുക. ചെറിയ അർച്ചനകളും പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും.
അതാണ് ചിത്തിര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ പെടുന്നവർക്കായാലും തുലാക്കൂറിൽ പെടുന്നവരായാലും. ഈ ചോതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അവരെ 9ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇനി അത് 10ലേക്ക് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു ഫലം തന്നെയാണ്. 2025 തന്നെ 9ാം ഭാവത്തിലാണ് അവരുടെ വ്യാഴം വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവർക്ക് ഈ 11ലാണ് കേതു വന്ന് നിൽക്കുന്നത്. 11ാം ഭാവം കൊണ്ട് നമുക്ക് കേതു നല്ല ഫലങ്ങളാണ്. സൂര്യക്ഷേത്രത്തിലാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ്, കോടതി അങ്ങനെയൊക്കെ വല്ല വ്യവഹാരങ്ങളിലൊക്കെ പെടുന്നവരാണെങ്കിൽ വളരെയധികം നിങ്ങളുടെ ലോയറുമായി കൺസൾട്ട് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ബിസിനസ്സുകാർക്കാണെങ്കിലും 10ലേക്ക് വ്യാഴം വരുമ്പോൾ ആദ്യം കുറച്ച് പറയും കേന്ദ്രസ്ഥാനത്തൊക്കെ വ്യാഴം വരുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഈ വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്താണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെയാണ്. പിന്നെ കർക്കിടക രാശിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ, വ്യാഴത്തിന് ഏറ്റവും ഉച്ച രാശിയായതുകൊണ്ടും അത് കർമ്മത്തിൽ നിൽക്കുമ്പോഴും കർമ്മം ഏറ്റവും നന്നായിട്ട് കർമ്മത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഫലം നമുക്ക് അവിടെ വരും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അപ്പം തന്നെ ഇപ്പോൾ ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ ഫലം ലഭിക്കണം എന്നല്ല. അപ്പോൾ ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ശനിയാണെങ്കിൽ ആരിലാണ്? ശനി നല്ലതാണ്, ശനി ഏറ്റവും നല്ലതാണ്. രാഹു ആണെങ്കിൽ 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 5ലൊക്കെ രാഹു നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉപാസന എടുക്കുക. അതുപോലെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ രാഹു, അതായത് സർപ്പക്കാവുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടത്തക്ക പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുക. വാർഷികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് വരുന്നത്. ഇനി വിശാഖ നക്ഷത്രക്കാരൻ്റെ കാൽഭാഗം ഇവിടെയും പിന്നെ പകുതി വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറിൽ പെടുന്നതും തുലാക്കൂറിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ തുലാക്കൂറിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് 9ലായിരുന്നു വ്യാഴം നിൽക്കുന്നത്. മറ്റേ വൃശ്ചികത്തിൽ ഇവർക്ക് അഷ്ടമത്തിലായിരുന്നു വ്യാഴം. അപ്പോൾ വൃശ്ചികത്തിലിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ നിന്ന് 9ലേക്കാണ് വരുന്നത്. ഏറ്റവും നല്ല ഭാവമാണ്, ഏറ്റവും ഉച്ചഭാവമാണ് വ്യാഴത്തിന്. അപ്പോൾ അത് ഈ ഒരു വർഷം ജൂൺ 9ാം തീയതിക്ക് ശേഷം നമുക്ക് വരുമ്പോൾ നമുക്ക് അത്ര നാളെ അഷ്ടമത്തിൽ രോഗാവസ്ഥകൾ ഉണ്ടാക്കും. വ്യാഴാഷ്ടമത്തിൽ വരുമ്പോൾ സാമ്പത്തികമായിട്ട് വേണമെന്ന് വിചാരിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടാണ് നമുക്ക് കിട്ടുക. ബാധ്യതകൾ, കടങ്ങളല്ലല്ലോ നമുക്ക് വേണ്ടത്. കടങ്ങളല്ലാതെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് പൈസ വരേണ്ടത്. പക്ഷേ ഇത്ര നാൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നും കടം ചോദിച്ചാൽ കിട്ടും. അതിനേക്കാൾ നല്ല ഫലങ്ങളാണ് ഇപ്പോൾ വ്യാഴം നമുക്ക് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാർ ഈ ജൂൺ മാസം 9ാം തീയതിക്ക് ശേഷം ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്കാണ് പോകുന്നത്. ഇത്ര നാൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ നടക്കാനായിട്ട് ഓടി നടന്നിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ബാധ്യതകളെ കുറയ്ക്കുക. ഈ ഒരു നല്ല ടൈം വരുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ബാധ്യതകളെ കുറയ്ക്കുക. അതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ തുലാക്കൂറിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് 9ാം ഭാവത്തിൽ നിൽക്കുന്നത് 10ലേക്ക് വരുന്നു, കർമ്മത്തിലേക്ക് വരുന്നു. എന്നാലും വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടക്കും. പിന്നെ 11ലാണെങ്കിൽ വ്യാഴമുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രം 4ാം ഭാവം ഒക്കെ നമുക്ക് രാഹുക്ക് നിൽക്കുമ്പോൾ കുടുംബക്ഷേത്രവുമായി നന്നായിട്ട് പ്രാർത്ഥന വേണം. 5ലാണ് രാഹു നിൽക്കുന്നത്. അവിടെ സർപ്പക്കാവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുലദൈവങ്ങളെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക. മാസത്തിലൊരിക്കയോ 2-3 മാസം കൂടുമ്പോൾ എന്തായാലും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ്. വിശാഖ നക്ഷത്രക്കാർ 2 കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അനിഴ നക്ഷത്രം പെടുന്ന വൃശ്ചിക കൂറാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. ഈ അഷ്ടമത്തിലെ വ്യാഴം ഈ 2026 ജൂൺ മാസം 9ാം തീയതിക്ക് ശേഷം നമുക്ക് വ്യാഴം കർക്കിടകത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് 9ലാണ് വരുന്നത്, ഭാഗ്യസ്ഥാനാണ്. അത് വ്യാഴത്തിന് ഏറ്റവും ഉച്ചരാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ, ഇത്ര ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് എന്തൊക്കെ ദോഷങ്ങളൊക്കെയാണോ തന്നത്, രോഗാവസ്ഥ വരാം, കടങ്ങൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് 9ലെ വ്യാഴം ഏറ്റവും നല്ല ഫലങ്ങളാണ് കിട്ടുക.
പിന്നെ നിങ്ങളുടെ ജാതകത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതിൽ വലിയൊരു ഇതാണ്. ആ ജാതകപ്രകാരവും നിങ്ങൾ നന്നായി നോക്കി നിങ്ങൾക്ക് ഏതൊക്കെ അന്തർദശകളാണോ വരുന്നത്, ദശകളുടെ ഛിദ്രങ്ങളാണോ വരുന്നതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്താണെങ്കിൽ ഏറ്റവും നല്ല ഫലമാണ് വരുന്നത്. ഇവിടെ ശനിയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഭാവമാണ് വരുന്നത്. ഇപ്പോൾ 9ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴും ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് അനിഴ നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും ഇപ്പോൾ ഈ അഷ്ടമത്തിലൊക്കെ വ്യാഴം നിൽക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം വഴക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ വഴക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ദേഷ്യമായി നിൽക്കുന്നവർ പോലും നമ്മൾ കൂട്ടുകൂടാനും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിലേക്ക് പോകാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നല്ലൊരു ഫലമാണ് നമുക്ക് അനിഴ നക്ഷത്രക്കാർക്ക് വരുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. 2026 ജൂൺ മാസം 9ാം തീയതിക്ക് ശേഷം നമുക്ക് വ്യാഴത്തിനൊരു മാറ്റമുണ്ട്. അപ്പോൾ ഈ വ്യാഴം മാറുമ്പോൾ ഇത്ര നാൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ നമ്മുടെ കുടുംബത്തിൽ വരുന്ന ദോഷങ്ങൾ, കുടുംബത്തിൽ തന്നെ കൂടുതൽ രോഗാവസ്ഥകളോ മരണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായി മാനസികമായിട്ട് നമ്മളാകെ തളർന്നൊക്കെ ഇരിക്കുന്നൊരു സമയമാണ്. അത് ആണെങ്കിൽ തന്നെ ഇവിടുന്ന് 9ലേക്ക് വ്യാഴം വരുമ്പോൾ ഏറ്റവും നല്ലത് ഇത്ര നാൾ നമ്മൾ അനുഭവിച്ചതല്ല, ഇത്തിരി കൂടി നല്ല സുഖ അനുഭവങ്ങളാണ് നമുക്ക് വ്യാഴം കൊണ്ടുവന്ന് തരിക. അപ്പം നമ്മൾ പറയില്ലേ കുറേയധികം ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് വ്യാഴനെ നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കർമ്മത്തിലാണെങ്കിലും ഇപ്പോൾ 10ലായിരുന്നു കേതു നിന്നത്. അപ്പോൾ ജോലി സ്ഥലത്ത് ഭയങ്കര ദോഷങ്ങളുണ്ടാവും, മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് വഴക്കുണ്ടാക്കാം. ഇതൊക്കെ മാറും ഈ ജൂൺ മാസത്തോടു കൂടി. അവരെല്ലാവരും നമ്മളോട് കൂടി ഇണങ്ങിച്ചേരുകയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു വഴി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ മാറ്റം നമുക്ക് മനസ്സിലാവണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ദേവീക്ഷേത്രവുമായി നല്ല ബന്ധം ഉണ്ടാവുക. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോവുക, മുട്ടിറക്കാൻ പറ്റുന്ന വല്ല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടൊന്ന് മുട്ടിറക്കുക, പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഈ ഒരു 2026 പകുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് പുതിയതായി കണ്ടുപിടിക്കുമ്പോൾ, അതായത് നമുക്കൊരു പുതിയ ചിട്ടി കൂടി അത് പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. വിദേശത്തേക്ക് പോകുന്നവർക്ക്, എക്സാം എഴുതുന്നവർക്കും എല്ലാവർക്കും ഈ വൃശ്ചിക രാശിക്കൂറിൽ പെടുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനുരാശിയാണ്. ധനുരാശിയിൽ 7ലായിരുന്നു വ്യാഴം വന്ന് നിൽക്കുന്നത്. 7 നിവർത്തി സ്ഥാനത്ത്. ഏറ്റവും നല്ല സ്ഥാനമാണ് നിവർത്തി സ്ഥാനം. എന്ത് കാര്യങ്ങളും നടക്കണം എന്ന് വിചാരിച്ചാൽ അതുപോലെ നടത്തി തരുന്നൊരു സമയമായിരുന്നു അത്. ഈ ജൂൺ മാസത്തോടു കൂടി ആ വ്യാഴം അഷ്ടമത്തിലേക്ക് പോവാണ്. അഷ്ടമത്തിലും അതും കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒത്തിരി ദോഷങ്ങളെ ചെയ്യുന്നുണ്ട് നമുക്ക്. അതായത് മൂലനക്ഷത്രക്കാർക്ക് രോഗങ്ങളെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വാക്കുകൾക്ക് അവിടെ ഒരു ദോഷങ്ങളെ ഉണ്ടാക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം നീച സ്ഥാനത്തേക്കാണ് നോക്കുന്നത്, 2ാം ഭാവത്തിലേക്ക്. അപ്പോൾ വാക്കുകൾക്കാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നിധി, കോശം, ധനം, വാക്ക്. അപ്പോൾ നമ്മൾ കൊടുത്ത ധനങ്ങൾ ചിലപ്പോൾ തിരിച്ചു കിട്ടാണ്ട് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും, നമ്മൾ സംസാരിക്കേണ്ട ഒരു ഇത് വരും. അതൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ ഈ എല്ലാ മൂലനക്ഷത്രക്കാർക്കും അങ്ങനെ വരുന്നല്ല. ഈ നക്ഷത്രത്തിൽ ഇപ്പോൾ അവരുടെ ജാതകപ്രകാരം വ്യാഴക്ക് നല്ലൊരു സ്ഥാനമാണ്. നിങ്ങളുടെ ദശ ഏതാണോ, അന്തർദശ എന്താണോ, ഛിദ്രങ്ങൾ ഏതാണോ, അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് പറയുന്നത്. ഇതിലിപ്പോൾ 2026 നമ്മൾ ഗോചരം, അതായത് ഈ വ്യാഴം മാറുന്നൊരു ഫലമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാതകം നോക്കുകയാണത് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ പിന്നെ ഇവർക്ക് 4ാം ഭാവത്തിലായിരുന്നു ശനി നിൽക്കുന്നത്. 4 കണ്ടകനായിരുന്ന ശനിയാണ്. അപ്പോൾ അവിടെ ഇത്തിരി തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ 7ലെ വ്യാഴം നല്ലൊരു അനുഭവങ്ങളായിരുന്നു വരുന്നത്. അപ്പോൾ അതൊക്കെ ഇത്തിരി മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ്. വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം. രോഗങ്ങളെ ചെറുതായിട്ട് എന്ന് കാണുമ്പോഴത്തേനും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ വെറുതെ ലെസ്സാക്കി കളയരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് ടെൻഷനൊക്കെ കൂടുതലായിരിക്കുന്നൊരു സമയം. നമ്മളൊരു എക്സാം എഴുതി അല്ലെങ്കിൽ എന്തിനെങ്കിലും പോയി വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് പോലും വെറുതെ ടെൻഷൻ വരും. അപ്പോൾ അത് ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 ശനി നിൽക്കുന്നുണ്ട്, അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ജൂൺ മാസത്തിന് ശേഷം. അപ്പോൾ അവർ വളരെ ശ്രദ്ധിക്കുക. വീഴ്ചകൾ പെട്ടെന്ന് ഉണ്ടാകുന്ന വീഴ്ച, വെറുതെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ സൂക്ഷിക്കുക. വിഷ്ണു ക്ഷേത്രവുമായിട്ട് നന്നായിട്ട് സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ാം ഭാവത്തിൽ 3-ൽ രാഹു ഉണ്ട്. വാക്കുകളെ വളരെ സൂക്ഷിക്കുക. ഗണപതിനെ നന്നായിട്ട് ആരാധിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം വരും. 4 ശനി ആയതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും നമ്മൾ പോവാം. നമ്മുടെ കുലദൈവങ്ങളെ ആരാധിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. ഇനി പൂരാട നക്ഷത്രം. ഈ പൂരാട നക്ഷത്രം ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ്. അവർക്കും 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നൊരു സമയമാണ്. നിവൃത്തി സ്ഥാനത്താണ്. ഏറ്റവും നല്ല ഭാവമായിരുന്നു. പിന്നെ ഈ ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്കത് അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അഷ്ടമത്തിലേക്ക് വരുമ്പോൾ വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് ആ അഷ്ടമത്തിൽ നിന്ന് 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പം നമുക്ക് പറയാം നിധി, കോശം, ധനം, വാക്ക് നല്ലതായിരുന്നു. അത് പക്ഷെ അവിടെ നീചസ്ഥനായ വ്യാഴാണ്. അപ്പം നിധിയും കോശവും ധനമൊക്കെ നമുക്ക് വരും. എങ്കിലും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വാക്കുകളാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത്. വാക്കാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം തരുന്നത്. നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെടുത്തും സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുക. അധികം മൗനമായിട്ട് നടക്കുക. അതാണ് ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുക. അതാണ് ഈ ഒരു 6 മാസം കഴിഞ്ഞാൽ, അതായത് 2026 ജൂൺ മാസം കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ വീട്ടിലാണെങ്കിലും കൂടുതൽ എന്തെങ്കിലും സംസാരിച്ചാൽ അതൊരു വഴക്കിന് ഇടവരുത്താനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. 4 ശനീശ്വരനാണ്. പിന്നെ കർമ്മമൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. കർമ്മങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നടക്കും. പക്ഷെ കർമ്മം നന്നായി നടക്കുന്നതോടുകൂടി നമ്മുടെ വാക്കുകളും കൂടി ഒന്ന് സൂക്ഷിച്ചാൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല ഫലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ശിവക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ നമുക്ക് കാമധേനു പ്രതിമ കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാണ്ടോ നമ്മുടെ വാക്കുകളിലൂടെ എന്തെങ്കിലും ആൾക്കാർക്കൊരു ദേഷ്യമോ വിഷമോ ഉണ്ടെങ്കിൽ അത് മാറാനാണ് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കുക. അതോടുകൂടി ഒരു കാമധേനു പ്രതിമയും കൂടിയിട്ട് അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാന് നടയിൽ സമർപ്പിച്ച് കൊടുക്കുക. അത് നല്ലതാണ്. പിന്നെ കേതു നമുക്കിവിടെ 9-ാം ഭാവത്തിൽ ഭാഗ്യത്തെ കുറയ്ക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ്. എന്നാലും നമ്മൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെ കിട്ടും. ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികളാണെങ്കിലും പുറത്തേക്ക് പോകേണ്ടവരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാലും 2-3 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും. എന്നാലും നമുക്കത് മുന്നോട്ട് പോയാൽ അത് നമുക്ക് കിട്ടും. അതിനു വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്. ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം ധനു രാശിയിലും 1/4 ഭാഗം മകരം രാശിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗത്ത് 7ാം ഭാവത്തിലായിരുന്നു വ്യാഴം. മകരം രാശിയിലുള്ളവർക്ക് 6ാം ഭാവത്തിലായിരുന്നു വ്യാഴം. അപ്പോൾ 6-ൽ വ്യാഴം നിൽക്കുന്നത് ധനപരമായിട്ടുള്ള പല പ്രതിസന്ധികളാണ് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് 7-ലേക്ക് കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ദാമ്പത്യമായിട്ടുള്ള സംഭവങ്ങൾക്കും ഏറ്റവും ഒരു പുരോഗതി ഉണ്ടാവും. ഭർത്താവിൻ്റെ ഭാവത്തിൽ സാമ്പത്തികമൊക്കെ കുറവ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു മകരം രാശിക്കാർക്ക്. പക്ഷെ അവർക്കൊരു മനോബലമുണ്ട്. അവിടെ 3-ൽ ശനി നിൽക്കുകയല്ലായിരുന്നു. 3-ൽ ശനി നിന്നാൽ മുടി വെച്ച് വാഴുന്നാണ് പറയുക. പക്ഷെ ഇവിടെ വ്യാഴം കൂടി ഇത്തിരി അനുകൂലമായിട്ട് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഇത്തിരിയും കൂടി ആ ശനിയുടെ ഫലം കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ മകരം രാശിയിലിരിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർ എന്ത് കാര്യത്തിനും പുറപ്പെടുമ്പോൾ വിഘ്നേശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴത്തിനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്.
മകരം രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക്. ധനു രാശിയിലിരിക്കുന്നവർക്ക് ഈ അഷ്ടമത്തിലെ വ്യാഴം രോഗങ്ങളെ വരുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ കുറച്ച് വാക്കുകളൊക്കെ സൂക്ഷിച്ച് നിൽക്കുക, മൗനമായിട്ടിരിക്കുക, മെഡിറ്റേഷനൊക്കെ നന്നായിട്ട് ചെയ്യുക. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ പറയാനൊക്കെ തോന്നും. നന്നായി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഫലമാണ് ഈ പ്രാവശ്യം കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉത്രാട നക്ഷത്രക്കാർ 2 കൂറിൽ പെടുന്നവരും 2 തരത്തിലാണ് അനുഭവങ്ങൾ വരിക. അപ്പം അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 അവർക്ക് 6ാം ഭാവത്തിലായിരുന്നു വ്യാഴം വന്ന് നിൽക്കുന്നത്. ആ വ്യാഴം നമുക്ക് ഈ ജൂൺ മാസം 9ാം തീയതിക്ക് ശേഷം നമുക്ക് ആ വ്യാഴം കർക്കിടക രാശിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വ്യാഴം നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാവമാണ്. 7ാം ഭാവമാണ്, നമ്മുടെ നിവർത്തി സ്ഥാനമാണ്. അപ്പോൾ അവിടെ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ മകരം രാശിയായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അവർക്ക് ആ 3ലെ ശനീശ്വരനും നല്ലതാണ് അവിടെ. അപ്പോൾ ശനി 3ൽ നിന്നിട്ട് ഇത്ര നാൾ വ്യാഴം 6ൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്തിരി നമ്മുടെ സാമ്പത്തികമായ പുരോഗതികളൊക്കെ ഇത്തിരി മന്ദഗതിയിലായിരുന്നു. എങ്കിലും ഈ ജൂൺ മാസം മുതൽ ഏറ്റവും നല്ല ഫലങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ 2 ശനിയും വ്യാഴവും അവിടെ നന്നായിട്ട് പ്രവർത്തിക്കും. പിന്നെ നമ്മൾ കർമ്മത്തെ എപ്പോഴും, ഞാൻ എൻ്റെ വീഡിയോയിലും പറയുന്നത് കർമ്മത്തെ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർമ്മത്തിൽ കുറേ നാളിപ്പോൾ എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നവരായാലും പറയാം, ഞങ്ങൾ കുറേ അധികം നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫലങ്ങളാണിപ്പോൾ നമുക്ക് വരിക ഈ ജൂൺ മാസത്തിൽ. എന്നുവെച്ചാൽ കുറേ അധികം വർക്ക് ചെയ്യുമ്പോഴും ശനീശ്വരൻ നമ്മളെ ശ്രദ്ധിക്കും, എത്രമാത്രം നമ്മൾ കർമ്മം ചെയ്യുന്നു. ഇപ്പോൾ ശനിയുടെ ബഹാരൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ശനിയുടെ ദശയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ശനി ന്യായാധിപനാണ് അവിടെ. അപ്പോൾ ആ ന്യായം ആൾ നോക്കും. നമ്മളെ എന്തൊരു ചെറിയ കർമ്മമാണെങ്കിലും വലിയ കർമ്മമാണെങ്കിലും അത് സത്യസന്ധമായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കും. ശനിക്ക് എപ്പോഴും സത്യസന്ധത അവിടെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് സത്യമായിട്ട് ചെറിയ ജോലിയാണെങ്കിലും അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക. അതിനൊരു നന്നായിട്ട് അതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ശനി തരുന്ന ഫലങ്ങൾ ഏറ്റവും നല്ല ഫലമാണ് കിട്ടുക. നമ്മളെപ്പോഴും നമുക്ക് അലസത ഉണ്ടാക്കും, അതും ശനിയുടെ ഒരു സ്വഭാവമാണ്. ആ അലസതയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ജോലിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ രോഗങ്ങൾ ഉണ്ടാവാം, മെഡിസിൻ എടുക്കണം, എന്നിട്ട് നമുക്ക് ജോലിക്ക് പോകണം, എന്നിട്ട് വീണ്ടും വന്ന് നമ്മുടെ വീട്ടിലെ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ശനി നമ്മളെ പരീക്ഷിക്കുക. അങ്ങനെ ആ പരീക്ഷണത്തിൻ്റേതായിട്ടുള്ള കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ഫലമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ആ വ്യാഴം അവിടെ ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത്. നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെയൊക്കെ ഫലം നമുക്കിവിടെ കിട്ടും. നമ്മുടെ ശനിക്ക് കഴിഞ്ഞ് തിരുവോണ നക്ഷത്രക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു ഫലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ശനിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫലത്തിൻ്റെയും എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ ഈ തിരുവോണ നക്ഷത്രക്കാർ നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക, വിളക്ക് മാല പായസമൊക്കെ കൊടുക്കുക, ദേവിയെ നന്നായിട്ട് ആരാധിക്കുക. എന്നുവെച്ചാൽ അഷ്ടമത്തിൽ കേതു നിൽക്കുന്നുണ്ട് ഇവർക്ക്. ആ അഷ്ടമത്തിലെ കേതു ഉള്ളത് കൊണ്ട് നമുക്ക് വയസ്സായവരൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ചെറുപ്പമായാലും നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ആ കേതുവിനെ നന്നായിട്ടാണ് ചുവയെ ഭജിക്കാൻ പറയുന്നത്. അതായത് ദേവീക്ഷേത്രത്തിൽ പോവാം. പിന്നെ 2ൽ രാഹു ഉണ്ട്. ആ രാഹു നമുക്ക് വാക്കുകളെ വളരെ സൂക്ഷിച്ച് ഒക്കെ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അഹങ്കാരം വരുന്നൊരു സമയം കൂടിയാണ്. 3ലെ ശനിയല്ലേ, ആ ശനിയുടെ രാശി തന്നെയാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാതും വന്നു എന്നൊക്കെ ഒരു തോന്നൽ വരുത്തും. അപ്പോൾ ആ അഹങ്കാരത്തെയൊക്കെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ്. വാക്കുകളെ വളരെ ശ്രദ്ധിക്കുക, കർമ്മത്തിൽ നന്നായിട്ട് വർക്ക് കൂട്ടുക. ഇതാണ് എപ്പോഴും ചെയ്യേണ്ട കാര്യം. കർമ്മത്തിൽ ലാഭനഷ്ടങ്ങളല്ല, ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഏറ്റവും ഗുണം നമുക്ക് ഈ ജൂൺ മാസത്തോടു കൂടി വരുന്നതാണ്. അവിട്ട നക്ഷത്രക്കാരൻ്റെ പകുതി മകരത്തിലും പകുതി ഭാഗം കുംഭത്തിലുമാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകരക്കൂറുകാർക്ക് വരുന്ന അതേ ഫലമായിരിക്കില്ല കുംഭക്കൂറുകാർക്ക് വരിക. മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 5ലേക്ക് 7ലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ജൂൺ 9ാം തീയതിക്ക് ശേഷം വരും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 5ലായിരുന്ന വ്യാഴം 6ലേക്കാണ് വരുന്നത്. അപ്പോൾ 6ാം ഭാവം വ്യാഴത്തിന് പറ്റില്ല, ദോഷമായിട്ടുള്ള രാശിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 6ാം ഭാവത്തിൽ വരുന്ന വ്യാഴം ആവുമ്പോൾ നിങ്ങൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കണം.
അതും കർക്കിടകത്തിൽ ഉച്ചസ്ഥനാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സഹസ്രനാമം നന്നായിട്ട് ചൊല്ലണം. എന്തായാലും വീട്ടിൽ എന്നും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു കൃത്യനിഷ്ഠമായിട്ടൊരു സമയമെടുത്ത് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ശതനാമവലി ആയാലും മതി, ഒരു 100 സ്വസ്ത്രമുള്ളത് ജപിക്കുക. അത് കൃത്യമാണ്, ഒരു ഉപാസന പോലെ. നമ്മൾ ഇത്ര സമയത്തിന് എണീക്കുന്നു, ഇത്ര സമയത്ത് നമ്മളത് ജപിക്കും, അത് തീർക്കും. ഭഗവാനെ നന്നായിട്ട് ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭൻ രാശിയിൽ പെടുന്ന വിട്ട നക്ഷത്രക്കാർക്ക് 2-ൽ ശനി നിൽക്കുന്നൊരു സമയമാണ്. അവർ 7ര ശനി തീർന്നിട്ടില്ല. അതിന് മകരൻ രാശിയിൽപ്പെടുന്ന അവിട്ട നക്ഷത്രക്കാരെ 7ര ശനിക്ക് കഴിഞ്ഞ് 3-ലാണ് ശനീശ്വരൻ. അതുകൊണ്ട് തന്നെ ഈ 6-ലേക്ക് വ്യാഴം വരുന്ന അവിട്ട നക്ഷത്രക്കാർ, കുംഭക്കൂറിൽ പെടുന്നവർ വളരെയധികം നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. ശനി ക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര. പിന്നെ 7ര ശനിയാണ്, അതിൽ ലഗ്നത്തിൽ ഇവിടെ 2-ലേക്കാണ്. വാക്കുകളെ സൂക്ഷിക്കണം. നമ്മൾ വാക്കുകളെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലും നമുക്കിവിടെ 6-ലെ വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെ ശനീശ്വരൻ തരും. ശനി 2-ലാണെന്ന് വെച്ചിട്ട് നിധി, കോശം, ധനം, വാക്കിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ധനത്തെ അവിടെ തരുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കർമ്മത്തിൽ വളരെ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കർമ്മത്തിൽ ഇങ്ങനെ പെട്ടെന്ന് നേർവഴിക്ക് പോകേണ്ടത് സൈഡ് വഴിക്കൊക്കെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ശനീശ്വരൻ ഇവിടെ നമുക്ക് ബ്ലോക്കാണ് തരിക. അതല്ലാതെ ന്യായത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനി ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് തരും. വ്യാഴത്തെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിലിപ്പോൾ എന്തിനും, ബിസിനസ്സാണെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയിലാണെങ്കിലും അവിടെയാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരെ എന്നൊക്കെ നമുക്ക് നിറയെ അവർ പെട്ടെന്ന് നമ്മൾക്ക് ഇൻസൾട്ടിങ് ചെയ്യും. ഇതൊക്കെ നമുക്ക് വരും. അതൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് മിണ്ടാതിരുന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻസൾട്ടിങ് ഒക്കെ മാറും. ഒരു കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ അവിട്ട നക്ഷത്രക്കാർ 2 രാശിയിൽപ്പെടുന്നവർക്ക് 2 തരത്തിലായിരിക്കും ഈ ഒരു വർഷം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക. പിന്നെ ശബരിമലയ്ക്കൊക്കെ മാലയിടുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് പോവാം. അതൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭക്കൂറിൽ പെടുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് 5-ാം ഭാവത്തിലിരുന്നിരുന്ന വ്യാഴാണ്. 5-ലാണ് വ്യാഴം. നല്ല ഒരു ഉപാസന സമ്പ്രദായം കൂടിയാണത്. 5-ൽ വ്യാഴം വരുമ്പോൾ എൻ്റെ മറ്റേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, നന്നായിട്ട് ഉപാസനയ്ക്ക് എടുക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ രീതിയിലേക്ക് എത്താൻ ഏത് ദേവനെയാണ് ഉപാസിക്കുന്നത് അവർ കറക്റ്റായിട്ട് വരുന്നൊരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ഈ ജൂൺ മാസത്തോടു കൂടി അത് വ്യാഴം നമുക്ക് 6-ലേക്ക് പോകും. പക്ഷെ ഉപാസനയൊക്കെ നന്നായിട്ട് എടുത്തവർക്ക് 6-ലേക്ക് വ്യാഴം വന്നുകൊണ്ട് കുഴപ്പങ്ങളല്ല. അവരുടെ ആ മൂർത്തി നമ്മുടെ കയ്യിൽ എത്തി നമ്മൾ പ്രാർത്ഥന അത്രയും നന്നായിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ ശനിയുണ്ട് 2-ൽ. ശനി 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. എന്നാലും നമ്മുടെ വാക്കുകളാണ് അവിടെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഭാവം. വാക്കുകൾ, സാമ്പത്തികമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാം. 2-ലല്ലേ, അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വർഷം സൂക്ഷിക്കണം. മാറ്റമല്ല, ഈ 6-ലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. സുഹൃത്തുക്കളായിട്ടും നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അത് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം 9-ാം തീയതി വരയ്ക്ക് നമുക്ക് വ്യാഴം 5-ലുണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ തടുക്കാനായിട്ട് വ്യാഴം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 6-ലേക്കാണ് പോകുന്നത്. അപ്പോൾ 6-ലേക്ക് വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ നന്നായിട്ട് ജൂൺ മാസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പിന്നെ അതേപോലെ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും കർമ്മത്തിൽ ന്യായത്തിൻ്റെ രീതിയിൽ നമ്മുടെ 2-ലാണ് ശനി നിൽക്കുന്നത്. ഇനിയും 2-ാം ഭാവത്തോടു കൂടി നമ്മുടെ 7ര ശനി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യായത്തിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെയാണ് ശനീശ്വരൻ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശനി തരുന്നതാണ് അതൊക്കെ. നല്ലതും തരും, അതേപോലെ നല്ലതിലേക്ക് തരും, അതേപോലെ ദോഷങ്ങളും തരും. ന്യായമല്ലാത്തൊരു കാര്യം നമ്മൾ അവിടെ ചെയ്താൽ ശനി അവിടെ അപ്പം നമുക്ക് ദോഷത്തെ തരും. അപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആൾ കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. അതേ കൂട്ടത്തിൽ തന്നെ ശനിയെയും നന്നായിട്ട് ചെയ്യാം.
രുദ്രാഭിഷേകം ചെയ്യാം. പിന്നെ 2ാം ഭാവമായതുകൊണ്ട് വാക്കിൻ്റെ ഭാവമാണ്. വാക്കിൻ്റെ ഭാവമാകുമ്പോൾ നമ്മളെപ്പോഴും ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്കമായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ചിലവർക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടാവും. ദേവിയുടെ അമ്പലത്തിൽ സഹസ്രനാമം ചൊല്ലുക, അങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ദൈവികമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. നിങ്ങൾ ഏതാണോ ഉപാസിക്കുന്നത് അവരേട്ടാ. ഞാൻ ദേവി ആയതുകൊണ്ടാണ് എൻ്റെ നാവമ്മ എപ്പോഴും ദേവിയെ ഉപാസിക്കാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തി ഏതാണോ അതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വാക്കുകളുടെ സ്ഥാനത്ത് ഏറ്റവും മയപ്പെടുത്തി സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചതയ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ജൂൺ മാസം കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തിരിമറികൾ നടത്തുക, അതേപോലെ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നിലേക്കും ചാടാതിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നത്തിൽ ആ ചതയ നക്ഷത്രത്തിനോട് കൂടി തന്നെ രാഹു നിൽക്കുന്നുണ്ട്. അത് ആ രാഹു നിൽക്കുമ്പോൾ നമ്മൾ എടുത്ത് ചാടി കുറേ മോഹങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് ഈ ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ ലാസ്റ്റ് ഘട്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ ഒരു വർഷം പോകേണ്ടത്. അപ്പോൾ ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ജൂൺ മാസം വരെ ഏറ്റവും നല്ല ഗുണമാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി ദോഷമുണ്ട്. അപ്പോൾ അത് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പൂരോരുട്ടാതി നക്ഷത്രം അതും 2 കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ കാൽഭാഗവും കുംഭത്തിലും കാൽഭാഗം മാത്രമാണ് മീനത്തിൽ വരുന്നത്. അപ്പോൾ ഈ 2 നക്ഷത്രത്തിൽ വരുന്നവർക്ക് 2 തരത്തിലായിരിക്കും ഇത് വരുന്നത്. മീനൻ രാശിയിൽ പെടുന്നവർ ലഗ്നത്തിലാണ് ശനി എന്ന് വെച്ചാൽ, കുംഭൻ രാശിയിൽ പെടുന്നവർക്ക് 2ലാണ്. പിന്നെ അതുപോലെ വ്യാഴത്തിൻ്റെ മാറ്റം 4ലിരിക്കുന്ന വ്യാഴം 5ലേക്ക് പോവുകയും 5ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം 6ലേക്കാണ് മാറുന്നത്. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭാവങ്ങളിലേക്ക് മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ മീനൻ രാശിയിൽ വരുമ്പോൾ അവർക്ക് ലഗ്നത്തിൽ തന്നെ ശനിയും 5ലേക്ക് വ്യാഴവും വരും. അപ്പോൾ അവരുടെ നന്നായിട്ട് ഉപാസന കൂട്ടാം. ഇത്ര നാൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, നാമം ജപിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മൾ കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യാം. പുതിയ നല്ല നമുക്ക് വേണം കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതൊക്കെ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ഈ മീനൻ രാശിയിലിരിക്കുന്നവർക്ക് സാധിക്കുന്നൊരു സമയമാണ്. പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ബിസിനസ് ആണെങ്കിലും വിദേശത്തേക്ക് പോകുന്നതാണെങ്കിലും ഷെയർ മാർക്കറ്റ് അതൊക്കെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചവർക്കൊക്കെ ഈ ജൂൺ മാസം കഴിഞ്ഞ് ഇത്തിരി കൂടി നല്ലൊരു ഫലത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ ഈ കുംഭൻ രാശിയിൽ പെടുന്നവരാണെങ്കിൽ ആ ജൂൺ മാസം കഴിഞ്ഞാൽ 6ലേക്കാണ് വരിക. അപ്പോൾ ഇത്ര നാൾ നമുക്ക് നമ്മുടെ വ്യാഴം നമുക്ക് അനുകൂലമായ അവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇത്തിരി മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാനേ ഇവിടെ പറ്റുള്ളൂ. പിന്നെ കർമ്മമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. കർമ്മത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആ ശനി പോകുമ്പോൾ നല്ലത് വരുത്തുള്ളൂ. എന്ത് കർമ്മം വന്നാലും ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കർമ്മത്തിൽ ഒരു ന്യായത്തിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെ ഇവിടെ ശനീശ്വരൻ തരും. ഇപ്പോൾ മീനൻ രാശിയിൽ പെടുന്നവർക്കായാലും കുംഭൻ രാശിയിൽ പെടുന്നവർ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോണ പോലെ തന്നെ 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ സൂര്യനാരായണൻ്റെ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ജപിക്കാനൊരു ഗുരുനാഥൻ്റെ ഒരു ഇത് വേണം, അനുഗ്രഹം വേണം. അതല്ലെങ്കിൽ സൂര്യക്ഷേത്രം അങ്ങനെ ശിവൻ്റെ അമ്പലത്തിൽ പോവാം, അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് 2 തരത്തിലാണ് ഫലം വരിക, അനുഭവങ്ങൾ വരിക. അത് ശ്രദ്ധിക്കുക. അത് ഈ 2026 ജൂൺ മാസം 9ാം തീയതിക്ക് ശേഷമാണ് മാറ്റങ്ങൾ വരിക. അതുവരയ്ക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിഷ്ണുവിനെ തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഉത്രട്ടാതി നക്ഷത്രം അപ്പം മീനൻ രാശിയിൽ പെടുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ജന്മത്തിലാണ് ശനി, ജന്മശനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ജന്മശനിയാണ് 4ലാണ് വ്യാഴം നിന്നിരുന്നത്. അപ്പോൾ ഈ ജൂൺ മാസം 2026 ജൂൺ മാസം 9ാം തീയതിക്ക് ശേഷം നമുക്കത് വ്യാഴം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വരും. അപ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 5ാം ഭാവത്തിലാണ്. അപ്പോൾ ജന്മത്തിൽ ശനി വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുക. 12ൽ വ്യാഴമാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലോട് കൂടിയാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു മാറ്റത്തോടു കൂടി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതൊക്കെ ഒത്തിരി നല്ല സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കും.
ഇത്ര നാൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഈ ജൂൺ മാസത്തോട് കൂടി കിട്ടാനാണ് നമുക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു വിദേശത്തേക്കൊക്കെ യൂറോപ്യൻ കൺട്രീസൊക്കെ പോകുമ്പോൾ ആൾക്കാർ 8 മാസം 9 മാസമൊക്കെ ആണ് അതിൻ്റെ പ്രോസസ്സിങ് പീരീഡ് വരുന്നത്. അപ്പോൾ ആ പീരീഡിനൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രകാലം. അപ്പോൾ അവരെ അത്രയും കൂടി നന്നായിട്ട് വിഷ്ണുവിനെ തന്നെ ഭജിക്കണം. അതേപോലെ പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിലും, അതുപോലെ ഇത്ര നാളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിലൂടെ നമുക്ക് വാക്ക് തർക്കങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം പുതിയ അനുഭവങ്ങളും പുതിയ നല്ല നല്ല രീതികളൊക്കെ വരുന്നൊരു സമയമാണ്. പുതിയ ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ നല്ല പ്രൊജക്റ്റ് എടുക്കാം. മൊത്തത്തിൽ ഇത്രയും കൂടി നല്ല ഒരു സമയത്തിലേക്കാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ പോകുന്നത്. ജന്മശനിയാണ്. രോഗങ്ങളൊക്കെ ചെറുതൊക്കെ ആയിട്ടുണ്ടാവാം. ഞരമ്പ് സംബന്ധമായ രോഗം ഉണ്ടാവാം, കാലുവേദനയുണ്ട്, മുട്ടുവേദന, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കുറേ നല്ല അനുഭവങ്ങൾ ഈ ഒരു വർഷം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ജോലി തന്നെയാണെങ്കിലും, ചെറുതാണോ വലുതാണോ എന്നൊന്നും നോക്കണ്ട. എന്ത് തരം ജോലിയാണെങ്കിലും നമ്മളത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക, ന്യായത്തിൻ്റെ രീതിയിൽ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഈ ജന്മത്തിൽ ശനി വരുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാറ്റം വളരെ നല്ലൊരു മാറ്റമായിട്ട് ഈ ഒരു വർഷം അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മത്തിൽ തന്നെയായിരുന്നു ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. പിന്നെ രാഹു 12 നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിലും ഭയങ്കര ഇഴച്ചിൽ, എവിടെ പോയാലും നമുക്ക് ബ്ലോക്ക്, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം 4-ാം ഭാവത്തിലാണ് നമുക്കിവിടെ വ്യാഴം നിന്നിരുന്നത്. കേന്ദ്രാധിപത്യത്തിന് വ്യാഴത്തിന് ദോഷത്തെ പറയുന്നുണ്ട്. എന്നാലും ഈ വ്യാഴം അത്ര ദോഷമൊന്നുമല്ല. പിന്നെ ഈ 4-ാം ഭാവത്തിൽ നിന്ന് 5-ലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പം ഇത്ര നാൾ നമ്മളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും 5-ൽ വ്യാഴം വരുമ്പോൾ. പിന്നെ ക്ഷേത്ര ദർശനം, പുറമേയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകാനും, ഇത്ര കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ പോകാനൊക്കെ പറ്റുന്ന ഒരു സമയമാണത്. പിന്നെ നമ്മൾ നന്നായി ഈ ശനിയാണ്, ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുകയാണ്, ചന്ദ്രരാശിയിൽ തന്നെ ശനി നിൽക്കുന്നു, ജന്മത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ രോഗങ്ങളുണ്ടാവും, അതിനൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഇത്തിരി നാളേക്ക് നമുക്ക് രോഗാവസ്ഥ വന്നാലും അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ ചിലവർക്ക് പറയും ഈ രോഗങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചിട്ട് ഫലിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഈ ജൂൺ മാസത്തോടു കൂടി ഇതൊരു മാറ്റം വരുന്നതാണ് 5-ലേക്ക്, അതും കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ശിവൻ്റെ അമ്പലത്തിൽ പോവുക, ശിവന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക, ധാര കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാര നന്നായിട്ട് കൊടുക്കേണ്ട. ടെൻഷനാണ് ഇവർക്ക്, ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ വരും. അപ്പോൾ ധാര കൊടുക്കുക. വളരെയധികം ടെൻഷനൊക്കെ വരുമ്പോൾ ഇളനീര് കൊണ്ട് ധാര കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ വളരെയധികം സൂക്ഷിച്ച് വാക്കുകളൊക്കെ നന്നായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ 12-ലാണ് രാഹു. വിദേശത്തേക്ക് വേഗം പോകാൻ നമുക്ക് സാധിക്കും. അതിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഇവിടുത്തെയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കിട്ടുന്നതാണ്.